Hello everyone, welcome back to my YouTube channel. Welcome back പറയുന്നതിന് മുമ്പ് ഒരു വലിയ അപ്പോളജി പറയണം ഫോർ ബീങ് ദിസ് ലേറ്റ് ഇൻ അപ്ലോഡിങ് എ വീഡിയോ. എനിക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ മെസ്സേജസ് കിട്ടാറുണ്ട് ഫ്രം മൈ വെരി സ്വീറ്റ് ഫോളോവേഴ്സ് സെയിങ് ചേച്ചി പ്ലീസ് അപ്ലോഡ് എ ലോങ് വീഡിയോ. സത്യമായിട്ടും എനിക്ക് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിൽ നല്ലൊരു കണ്ടൻറ്റോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണിക്കണം എന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് ഇപ്പോൾ കുറച്ച് റെയറായിട്ടാണ്. നിങ്ങൾ എന്ത് കാണിച്ചിട്ടാണ് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുക അങ്ങനെയൊക്കെ ഞാൻ കുറേ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഈ ഡിലേ വരുന്നത്. ഐ എം വെരി സോറി. എല്ലാവരും ഇത്ര പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്തതിന് താങ്ക്സ് എ ലോട്ട്. പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെറിയ ചെറിയ 1 minute ഷോർട്ട് റീൽസൊക്കെ ഇടാറുണ്ട് സമയം കിട്ടുമ്പോൾ. എനിവേ, ലോങ് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കൊച്ചിയിലേക്ക് വന്നു. സിംഗപ്പൂരിൽ നിന്ന് ഞാനൊരു ചെറിയ കൺസൾട്ടേഷൻസിനൊക്കെ ജോയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പം അതിൻ്റേതായിട്ടുള്ള തിരക്കും അതൊക്കെ ഉണ്ട്. ശങ്കടു ഇവിടെ ഉണ്ട്. ശങ്കടു അഡ്ജസ്റ്റ് ചെയ്യാണ് എല്ലാവരുമായിട്ട്. അവൻ ഭയങ്കര ഹാപ്പിയാണ്. നാട്ടിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, കുറേ സ്ഥലമുണ്ട് ഓടിക്കളിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഹീ ഈസ് ഓൾസോ വെരി ഹാപ്പി. സോ ഐ തോട്ട് എൻ്റെ കംബാക്ക് ഞാനൊരു റെസിപ്പി വീഡിയോയിലൂടെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാടാണ്. നമ്മളൊരു 2-3 ഡേയ്സിന് വന്നതാണ് ഇങ്ങോട്ട്. എൻ്റെ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട്. അപ്പോൾ ഐ തോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ഒരു ക്വിക്ക് റെസിപ്പി വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ചക്ക സീസണാണല്ലോ, ജാക്ക് ഫ്രൂട്ട് സീസണാണ് ഇപ്പം. അപ്പം എല്ലാ വീട്ടിൽ പോയാലും ചക്ക പായസം അല്ലെങ്കിൽ ചക്കമൂട, ചക്ക അപ്പം, അങ്ങനത്തെ ഒക്കെ ചക്ക വരട്ടിയത് അങ്ങനെയൊക്കെയുള്ള വിഭവങ്ങളാണ്. അവരെ വീട്ടിലുണ്ടാവുന്ന ജാക്ക് ഫ്രൂട്ടും ചക്ക ഒക്കെ തീർക്കാൻ വേണ്ടി അവർ പല 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 വിഭവങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെയാണ് ഇവിടെയും. ആർക്കാണ് ചക്ക ഇഷ്ടമല്ലാത്തതല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ഈ സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ചിലവർ സീസണിൽ ചക്കയൊക്കെ എടുത്തിട്ട് അവർ ഫ്രീസറിലൊക്കെ വെച്ച് കുറേ മാസത്തേക്ക് പ്രിസർവ് ചെയ്ത് വെക്കും. ബിക്കോസ് ഈ സീസൺ കഴിഞ്ഞാലും നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ചക്ക പായസം റെസിപ്പി ആയിട്ടാണ്. എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. കുറേ പേർക്ക് ഇത് അറിയായിരിക്കും, കുറേ പേര് ഉണ്ടാക്കുന്നുണ്ടാവും വീട്ടിൽ. ബട്ട് നമ്മളുടെ ഒരു വേർഷൻ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇപ്പം ഈ സീസണൊക്കെ ആയതുകൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ നിങ്ങൾക്കൊക്കെ റെസിപ്പി വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സോ ആദ്യം തന്നെ എൻ്റെ കംബാക്ക് വീഡിയോ ഞാൻ ഈ ഒരു റെസിപ്പി ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇനി വീഡിയോസ് എടുക്കും. നിങ്ങൾക്ക് കാണാനും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സോ ഐ ട്രൈ മൈ ബെസ്റ്റ്. വർക്കൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് കുറച്ച് തിരക്കിലാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ സ്നിപ്പെറ്റ്സ് പോലെ ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ കൊച്ചിയിലാണ് നിൽക്കുന്നത്. അവിടെ അമ്മയും അമ്മമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെയും ഞാൻ വീഡിയോസ് ചെയ്യാം വഴിയേ. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ഇത്രയും ദിവസം മാസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഇടാതെയും എല്ലാവരും എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. സോ അപ്പം ഇനി അത്രയും ഡിലേ ചെയ്യാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എൻ്റെ അമ്മേനെ കാണാൻ നിങ്ങളൊക്കെ സന്തോഷിച്ച് എക്സൈറ്റഡ് ആയി ഇരിക്കുന്നുണ്ടാവും അറിയാം. അമ്മ അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം വിതൗട്ട് ഫർദർ ado, let's start the video. I hope you enjoy it. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കുന്നതാണ് അമ്മയുടെ കൂടെ റെസിപ്പി വീഡിയോസ് എപ്പോഴാണ് ഇടുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ സൂൺ തന്നെ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അമ്മ ഒരു റെസിപ്പി വീഡിയോ ചോദിക്കുന്നുണ്ട്, എല്ലാവരും നമുക്കൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എവർ റെഡിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് അമ്മ ഒരു ഹായ് പറയും എല്ലാവരും. ഹായ് ആഫ്റ്റർ എ ലോങ് ടൈം അല്ലേ? ഐ തിങ്ക് ഓൾമോസ്റ്റ് ആഫ്റ്റർ ചിന്നുവിന്റെ ചാനലിലൊരു വീഡിയോ. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും ചിന്നുവിനൊന്ന് കൊച്ചിന് ഇങ്ങോട്ട് വന്ന് കിട്ടണ്ടേ. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം അവള് 2 ദിവസത്തേക്ക് വന്നിട്ടുണ്ട്. നാളെ തിരിച്ചു പോവും. അപ്പൊ നാളെ അവള് പോകുമ്പോ ഞങ്ങളും പോവും. ശങ്കടൂന് വിടാൻ പറ്റൂലല്ലോ, അങ്ങനെ നമ്മളും പോവും. അപ്പൊ കാറിൽ അവളുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാലോ അവന്റെ കൂടെ. അതെ. അപ്പൊ അമ്മയും അച്ഛനും കൂടെ നമ്മളിവിടെ കൊച്ചി വന്നിട്ട് അവിടുന്ന് അവര് തിരിച്ച് ദുബായിലേക്ക് പോവും. അപ്പൊ അതിന്റെ മുമ്പ് 2 ദിവസം അമ്മ ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ പുള്ളി ഇത് വെച്ചു. അപ്പം ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്ക് ഇന്നൊരു ചക്കപ്പായ, കാരണം ചക്കയുടെ സീസണല്ലേ, നമുക്കൊരു ചക്കപ്പായസം ഉണ്ടാക്കാം.
ഓക്കെ. അപ്പൊ ചക്കപ്പായസം ഉണ്ട് ചിന്നു എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അച്ഛമ്മയ്ക്കും എല്ലാവർക്കും ചക്ക ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ? എനിക്കറിയില്ല. ഇല്ല, വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മള് സീസണൽ ആകുമ്പോ പിന്നെ അത് തന്നെയല്ലേ നമ്മള് ചെയ്യുന്നത്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കിച്ചണിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? മുടി കെട്ടി വെക്കുക, കൈ വാഷ് ചെയ്യുക. അതൊക്കെ എല്ലാവരും ആദ്യം തന്നെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ഓക്കെ, ക്യാമറ ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ചക്ക ഒരുപാട് ചക്കയുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ചക്കയൊന്നും വേസ്റ്റ് ചെയ്യാണ്ട് പഴുത്ത ചക്ക കിട്ടിയോടുന്ന് അത് വരട്ടി വെച്ചു. കുറേ കുപ്പികളിലാക്കി ഇങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ ചിന്നുവിന് കൊണ്ടുപോകും, ചിക്കുവിന് കൊണ്ടുപോകും, ഞാനും അങ്ങോട്ട് കൊണ്ടുപോകും, ചേച്ചിയും കൊണ്ടുപോകും. എനിക്ക് ആക്ച്വലി അമ്മ കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ വന്നപ്പോൾ ഇതേമാതിരി ചക്ക വരട്ടിയത് കൊണ്ടുവന്നു. എന്നിട്ട് അമ്മൂമ്മയും രാഹുലിന്റെ അമ്മൂമ്മയും അമ്മയും കൂടെ അതൊരു പായസമാക്കി തന്നു. അത് 2-3 ദിവസം നമ്മൾ കുടിച്ച് അങ്ങ് എൻജോയ് ചെയ്ത് കുടിച്ചു. എന്നിട്ടും ഡിമാൻഡ് തീർന്നില്ല. ഇവിടെ വന്നിട്ട് ആ ചക്ക വരട്ടിയത് കുറച്ച് നമ്മൾ കട്ടിയിലുണ്ടാക്കുന്ന ആക്ച്വലി ഇങ്ങനെ ഉരുട്ടിയിട്ട് തന്നെ കഴിക്കാം. ഓക്കെ, ഈ ചക്ക വരട്ടിയത് നമ്മളിപ്പോ പഴം ചക്ക വരട്ടി, കാരണം മഴ എന്താ പറ്റിയെന്ന് ഇല്ലേ പറഞ്ഞു. ഓക്കെ, മഴ വെള്ളം വന്ന് ചക്ക ആയതുകൊണ്ട് കുറേ വെള്ളം കുടിക്കും ചക്ക. അപ്പൊ നമ്മള് ചക്ക എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പഴഞ്ചക്ക, ചക്ക വരിക്ക ചക്ക ആയാലും അത് നല്ല ക്ലീൻ ചെയ്തെടുത്ത് നമ്മൾ ആദ്യം ഒന്ന് വേവിക്കും. അവിടെ എന്തോ ഒരു പൊടി അമ്മയുടെ. ഓക്കെ, അല്ല തേങ്ങയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ചക്ക നമ്മൾ ആദ്യം നല്ലോണം വേവിക്കും. കുക്കറിലിട്ട് 1-2 വിസിലടിക്കുമ്പോൾ നല്ലോണം ചക്ക വേവും. എന്നിട്ട് അതിൽ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മള് ഇങ്ങനെ വരട്ടും. നെയ്യും ശർക്കര ഇട്ടിട്ട് നല്ലോണം വരട്ടിയിട്ട് നമ്മൾ നല്ല നല്ല കട്ടയാവുന്നവരെ നമ്മളിങ്ങനെ വരട്ടും. അപ്പൊ ഇതെന്താ വെച്ചാൽ അത് അത്ര കട്ടിയായിട്ടില്ല. അപ്പൊ ഇതെല്ലാം ആക്ച്വലി പായസത്തിന് ബെസ്റ്റാ. വെറുതെ കഴിക്കുന്നതിനേക്കാളും ഇത് പെട്ടെന്ന് നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം ഇതൊന്ന് ഉരുളിയിലിട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് പറയാം. ഇൻഗ്രീഡിയൻസ് കാര്യമായിട്ടൊന്നുമില്ല. ചക്ക വരട്ടിയത്, തേങ്ങ കൊത്ത്, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വേണം. ഇവിടെ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുന്തിരിങ്ങ മാത്രം വറുത്തിടാം. പിന്നെ തേങ്ങ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, പിന്നെ ഇത് മറ്റേ ഏലക്ക, പഞ്ചസാര ചേർത്ത് പൊടിച്ചത്, പിന്നെ ഇത് ശർക്കര ആക്ച്വലി വേണോ വേണ്ടോ നമുക്ക് നോക്കാം. കാരണം ഇതിന് ഞാൻ കുറച്ചേ മധുരം ഇട്ടിട്ടുള്ളൂ. ഇത് വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചേ മധുരം ഇട്ടിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ചും കൂടി ഇടേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. പിന്നെ നെയ്യ് അത്രേ ഉള്ളൂ. പിന്നെ ഉരുളിയിൽ വേണമെങ്കിൽ ഉരുളിയിട്ടൊന്നേ ഉള്ളൂ. ഉരുളിയാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് അല്ലെങ്കിൽ സാധാരണ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലും ആദ്യം ഈ ചക്ക കുറച്ചൊന്ന് ഇതാക്കണം. കുറച്ച് നമുക്ക് മെൽറ്റ് ആവുന്നവരെ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കണ്ട, അതിലുണ്ട് ഓൾറെഡി വെള്ളം ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ചക്ക വരട്ടിയത് ഫ്രിഡ്ജിലാണോ ഇത്രയും ദിവസം വെച്ചത്? ഫ്രിഡ്ജിൽ. അപ്പൊ നല്ല കട്ടിയുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം. അത് കുറച്ച് ചൂടാകുമ്പോൾ എനിക്ക് ആക്ച്വലി കുറെ നേരം മുന്നേ വെളിയിൽ വെക്കണമായിരുന്നു. ഞാൻ വെച്ചില്ല, കുറച്ച് നേരമായിട്ട് വെളിയിൽ വെച്ചു. അപ്പൊ അതിൽ കുറച്ച് ഐസ് ശരിക്കും പോയിട്ടില്ല. ഓക്കെ, ഫ്രീസറിലാണോ വെച്ചത്? ഫ്രീസറിലല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചക്ക ഇതിലിടാൻ പോവാണ്. അപ്പൊ ഇതിന്റെ കളർ കണ്ടില്ല, ഇത് കുറച്ച് മഞ്ഞ കളർ തന്നെ ഉണ്ട്. നമ്മൾ നല്ലോണം ശർക്കര ഇട്ടിട്ട് വരട്ടിയിരുന്നെങ്കിൽ നല്ലൊരു ബ്രൗൺ കളർ ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഇത് കുറച്ച് മഞ്ഞ കളർ ഉണ്ട്. അപ്പൊ അതിൽ മധുരം അത്ര പോരാ, മധുരം ഇടാം. മധുരം ഇടുമ്പോ ജാഗരി മാത്രല്ലേ ഇടാ? ജാഗരി നമ്മൾ ഇതാക്കൂലേ, എന്താ പാവ് കാച്ചൂലേ? അപ്പൊ ഞാൻ പാവ് കാച്ചാൻ വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോഴേക്ക് നല്ല ശർക്കര, അതിലൊന്നും മണ്ണും പൊടിയും ഒന്നുമില്ല. അപ്പൊ നമുക്കത് ഇങ്ങനെ തന്നെ ഇട്ടാലും മതി. അപ്പൊ അത് അലിയോ വേഗം? അത് അലിയുന്ന അത്രയും ഇത് കുറുകുമല്ലോ. എത്ര മതി വെച്ചു? നമ്മള് എല്ലാവർക്കും കഴിക്കാൻ മതിയാവല്ലോ അല്ലേ? ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഒഴിക്കണം, നമുക്ക് പാലല്ല ഒഴിക്കണ്ട. നമ്മൾ 1-ാം പാലിലിട്ട് ഇങ്ങനെ വേവിച്ചുകൊണ്ട് എത്ര സമയം ഇങ്ങനെ ചെയ്യണം? ഞാനിത് ഐസ് പോകാൻ വേണ്ടിട്ട്, പക്ഷെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് ഐസ്. ഇതാ അല്ലേ, ഞാൻ ചോദിച്ചു ഇതെല്ലാം ഐസാണെന്ന്. നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയാലോ? എന്തായാലും എല്ലാവരും കുടിക്കും, അതുകൊണ്ട്. പിന്നെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഡയറ്റ് ഒന്നും നോക്കാറില്ല, ബിക്കോസ് അത്രയും നല്ല ടേസ്റ്റി ഫുഡായിരിക്കും. ഈ നാട്ടിൽ വന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, നല്ല ഫുഡാണ്. കൊച്ചിയിലായാലും കാഞ്ഞങ്ങാടായാലും ഇങ്ങനെ കഴിക്കുന്നത് നിർത്താനേ പറ്റുന്നില്ല, ഡയറ്റിനെ പറ്റി ആലോചിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സാരില്ല, കഴിക്കാമല്ലേ. ഞാൻ കുറച്ച് വലിയ സ്പൂൺ എടുത്തിട്ട് ഓക്കെ, അകത്തേക്ക് പോകണല്ലോ. ഓക്കെ, ഈ സമയം ഞാൻ ഇളക്കാമെന്ന് വിചാരിച്ചു.
നല്ല മണം. ഒറ്റ ഇരിപ്പിന് ഞാൻ ചക്ക കുറേ കഴിച്ചിട്ട് ആക്രാന്തത്തോടെ കഴിച്ചിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചിട്ട് മാത്രമേ ചക്ക കഴിക്കാൻ പാടുള്ളൂ. ചക്ക ഗ്യാസാണ്. അതെ, ഭയങ്കര ഗ്യാസാണ്. സൂക്ഷിച്ച് വേണം ചക്ക കഴിക്കാൻ. എനിക്കാണെങ്കിൽ ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലമാണ്. സമയത്തിന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അപ്പം എനിക്ക് ഗ്യാസ് കയറും, അങ്ങനെയൊക്കെയാണ്. അപ്പം ചക്ക ഞാൻ ഒരു ദിവസം ആക്രാന്തം അവിടെ കൊച്ചിയിൽ കളമശ്ശേരിയിൽ രാഹുലിൻ്റെ വീട്ടിൽ അവിടെ ഭയങ്കര ടേസ്റ്റുള്ള ചക്കയാണ്, ഭയങ്കര മധുരമാണ്. അപ്പം അന്ന് അമ്മയും അമ്മമ്മയും അത് മുറിച്ച് വെച്ചപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് അത് മാത്രം കുറേ ഇരുന്ന് കഴിച്ചു. അന്ന് ഫുൾ ഡേ എനിക്ക് വയറ്റിന് പ്രശ്നമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ചക്ക കഴിച്ചിട്ടല്ലേ, വേറെ പുറത്തുള്ള ഭക്ഷണം കഴിച്ചിട്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് സഹിച്ചു. പിന്നെ മരുന്നൊക്കെ കഴിച്ചിട്ടാണ് ശരിയായത്. അപ്പം നിങ്ങൾ അതൊന്ന് ആലോചിക്കണം, എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ചക്ക കഴിക്കാൻ പാടുള്ളൂ. അതും ഒറ്റ സിറ്റിങ്ങിൽ കുറേ കഴിച്ചാൽ പണി കിട്ടും. ഓക്കെ, ഇവിടെ ചക്കയും മാങ്ങയും കുറേ ഉണ്ട്. അപ്പോൾ ഈ സീസണിൽ നമ്മൾ ഇവിടെ എപ്പോൾ ചോദിച്ചാലും മാമ്പഴ പുളിശ്ശേരി, മാമ്പഴ കൂട്ടാൻ. പിന്നെ ഇപ്പൊ തക്കിട്ട് എൻ്റെ കൂടെ വന്നിട്ട് ഇവിടെ ഒരു മാസം താമസിച്ചിരുന്നു അപ്പൊ നമ്മള് ശരിക്കും അർമാദിച്ച് ഇവിടെ. അവൾക്ക് മാങ്ങ ഇഷ്ടം, പക്ഷെ മാങ്ങയുടെ കളർ ശരിക്കും മാറി മഞ്ഞ കളർ തന്നെ ആവണം. കുറച്ച് പഴുത്തൊന്നും പോരാ, നല്ല മധുരമുള്ള ഫുള്ള് കളർ മാറിയത് കഴിക്കും. എന്നിട്ട് ഞങ്ങൾ അവൾക്ക് മാമ്പഴം ഐസ്ക്രീം ആക്കി കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഇതില് പോപ്സിക്കൽ എല്ലാം ഐസ്ക്രീം എല്ലാം ആക്കി കൊടുത്തു. അതൊക്കെ പൊടിച്ച് എന്റെ മേലെയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നു. പക്ഷെ ഇതെല്ലാം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഞാനിത് കാണും, യൂട്യൂബ് മാറിപ്പോയി. ഇത് കാണുമ്പോ നമുക്ക് നല്ല കളർഫുൾ ആയിട്ട് വാങ്ങിച്ചു. ഞാൻ ചോദിച്ചു ഇതിങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്താല് പെട്ടെന്ന് കിട്ടും. അപ്പൊ ആരെങ്കിലും ഇത് അറിയുമെന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ഇതിൽ നിന്ന് എടുക്കാൻ കുറേ ബുദ്ധിമുട്ടി. കുറച്ച് നേരം വെള്ളത്തിലെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഇവിടുന്ന് തട്ടി അങ്ങനെയെല്ലാം കിട്ടിപ്പോയി. പക്ഷെ നല്ല ടേസ്റ്റ് മധുരമെല്ലാം ഇട്ടിട്ട് ആക്കിയതുകൊണ്ട് അവള് അപ്പൊ അതേ ഷേപ്പിൽ വന്നു. അതേ ഷേപ്പിൽ കുറേ ഡിഫറെന്റ് ഷേപ്സ് അല്ലേ, ഇതേ ഷേപ്പിൽ വന്നു. ഞാനും ഒരു പ്രാവശ്യം ഇതേപോലെ പോപ്സിക്കിൾ ആക്കിയിട്ട് എനിക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് അത് പൊടിഞ്ഞിട്ടൊക്കെയാ വന്നത്. ശർക്കര ഇടുവാണ്. ഓക്കെ, ശർക്കര ഇടാം ഇതിലേക്ക്. അതുകൊണ്ട് ഇടാം കുറേയല്ലേ. ഇതിപ്പോ 4 പീസ് അല്ലേ ഇട്ടത്? 4 പീസ്. അപ്പൊ ഇതിന്റെ മധുരം നോക്കിയിട്ടല്ലേ കൂടുതൽ ഇടണോന്നൊക്കെ നോക്കാം. വരട്ടുമ്പോ ശർക്കര ഇട്ടിരുന്നല്ല. ഞാൻ വലിയൊരു ചക്ക അവിടെ വരട്ടിയത്. അത് എന്നിട്ട് കുറെ ഇതുപോലത്തെ കുപ്പികളിലും പാത്രങ്ങളിലൊക്കെ ആയിട്ട് വെച്ചത്. ഇത് വരട്ടുന്നത് പഴുത്ത ചക്കയല്ലേ? ലൈക്ക് പഴം ചക്ക എന്നല്ലല്ലോ? അല്ല, ഏത് ചക്കയും വരട്ടാ അല്ലേ? പഴുത്ത ചക്ക പഴഞ്ചക്ക വരട്ടുമ്പോ എന്താ, പഴഞ്ചക്ക കൂഴച്ചക്ക എന്ന് പറയും. അത് വരട്ടുമ്പോ എന്താ വെച്ചാൽ അതിലിങ്ങനെ ഒരു 4 പോലെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ കൂഴച്ചക്കയ്ക്ക് അങ്ങനെ ഇല്ല. അത് നല്ല നല്ല ചക്കയാവട്ടെ. പഴഞ്ചക്ക ഇഷ്ടമുള്ള ആൾക്കാരെ കമന്റ് ചെയ്യണേ. എൻ്റെ ഫേവറേറ്റ് ആണ് പഴഞ്ചക്ക. പക്ഷെ കുറേ പേർക്ക് ഇഷ്ടമല്ല പഴഞ്ചക്ക. അതിങ്ങനെ വളവളാന്നിരിക്കുന്ന ഒരു ചക്കയാണ്. ചിന്നു എന്ത് ചെയ്യുന്നറിയോ, ചിക്കുവിന് ഇഷ്ടമാണോ എല്ലാം തോന്നുന്നു. പക്ഷെ ഇവളെന്ത് ചെയ്യുന്നറിയോ, പണ്ട് പഴഞ്ചക്ക പറിച്ചാല് അത് മുറിക്കൊന്നും വേണ്ടല്ലോ. അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാല് അതെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് അവൾ എണീക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാർത്തികയിലെ നല്ല ചക്കയായിരുന്നു. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ചക്ക ഇതിലും നല്ല ചക്കയായിരുന്നു. പഴഞ്ചക്ക എനിക്ക് ചില വീട്ടിൽ പഴഞ്ചക്ക ഒക്കെ ഉണ്ടാകുമ്പോൾ അവരാരും കഴിക്കില്ല. അതുകൊണ്ട് എനിക്ക് അത് കൊണ്ടുതരും, എനിക്കിഷ്ടമാണെന്ന് അറിയുന്ന കാരണം. പക്ഷെ അതും ഭയങ്കര അഡിക്റ്റീവാണ്. ഒരു പ്രാവശ്യം കഴിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ വയറുവേദന എടുത്ത് ഇപ്പം നമ്മളുടെ വലുതാവും തോറും നമ്മളെ മെറ്റബോളിസം ഒക്കെ ചേഞ്ച് ചെയ്യുന്നില്ലേ. ചെറുപ്പത്തിൽ കുറേ കഴിച്ചാലും ഒന്നും ആവില്ലായിരുന്നു. പക്ഷെ അതാണ് ഇവിടുത്തെ അച്ഛനെല്ലാം പറയുന്നില്ലേ, എനിക്ക് ദഹിക്കുന്നില്ല. പക്ഷെ ഭയങ്കര ഇഷ്ടമല്ല കഴിക്കാൻ. ഉണ്ടാക്കിയ ചക്കയും ചക്ക തോരനും ചക്ക ശരിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അച്ഛനക്ക് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്രാവശ്യം ഇവിടെ വീട്ടില് എല്ലാ വർഷത്തിലേക്കാളും കുറേ മാങ്ങയും കുറേ ചക്ക ഇഷ്ടമില്ല. കണ്ട 2 ഭരണി നിറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. പച്ചമാങ്ങ ഉപ്പിലിട്ടത്. ഇത് പഴുത്ത മാങ്ങ എത്ര കഴിക്കും? അത് തുറക്കാൻ പറ്റില്ല അല്ലേ? അതില് ഇതാവും അല്ലേ, എയർ കയറിയാല് അല്ലെങ്കിൽ കാണിക്കായിരുന്നു. അതില് പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് വെച്ചു. പഴുത്ത മാങ്ങ ഉപ്പിലിട്ടത് വീണ പഴുത്ത മാങ്ങയല്ല, ഞാൻ തന്നെ പറിച്ച് മറ്റേ ഇതില്ലേ മാല് വെച്ച് പറിക്കും താഴെ അതില് പറിച്ചിട്ട് നല്ല തുറക്കാൻ. ഇവിടെ കഴിക്കാൻ ആള് വേണ്ടേ, വെറുതെ കളയാൻ പറ്റില്ല. അപ്പുറത്തിപ്പുറത്തെ വീടുകളിലും എല്ലാം കൊടുത്തു. എന്നിട്ട് അതില് നിറച്ചും പഴുത്ത മാങ്ങ ഉപ്പിലിട്ടിട്ടുണ്ട്. ഇതില്
നിറച്ചും പച്ചമാങ്ങ ഇട്ടിട്ടുണ്ട്. ചൂടുവെള്ളം തണുപ്പിച്ചിട്ട് നല്ലോണം ഉപ്പ് ഇട്ടിട്ട്. നല്ല മഴ. അപ്പോൾ ശങ്കുടും രാഹുലും എൻ്റെ അച്ഛനും പുറത്ത് പോയിരിക്കുകയാണ്. അപ്പം ആ ഗ്യാപ്പിൽ പെട്ടെന്നൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടി ഇവിടെ ഉണ്ടായ ബഹളമായിരിക്കും, അതുകൊണ്ട് ആരും പറയുന്നത് കേൾക്കില്ല. ഇത് മെൽറ്റ് ആവുന്നവരും ഇങ്ങനെ ചെയ്യണം അല്ലേ? ചക്കയും ശർക്കരയെല്ലാം നന്നായിട്ട് അരിഞ്ഞു. അപ്പോൾ ടിപ്പ് നമ്പർ 1. ഓക്കെ, നല്ല മഴ ആയതുകൊണ്ട് അമ്മ ലൗഡായിട്ട് സംസാരിക്കണം കേട്ടോ. ഓക്കെ, ടിപ്പ് നമ്പർ 1. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പായസമല്ലേ, ശർക്കര പായസം കുറച്ച് നമുക്ക് കട്ടിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി, ഒറ്റ ഒരു സ്പൂൺ അരിപ്പൊടിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ഇടുക. ഓക്കെ, ഇത് ആരും ചെയ്യാറില്ല. ഇത് ആരും ചെയ്യാറുള്ളത്. ഇതും നമ്മൾ എന്താ പറയുക, ഇത് വേണ്ടാത്ത സാധനങ്ങളല്ല, കുഴപ്പമൊന്നുമില്ല. വറുത്ത അരിപ്പൊടിയാണ്, നൈസ് അരിപ്പൊടി. അത് നമ്മൾ കുറച്ച് ഇതിൽ അത് ആക്ച്വലി ഇവിടുത്തെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വേറെ നല്ല കൊഴുത്തിരിക്കാൻ വേണ്ടിയിട്ട് അത് കിടന്നു പറയും, വേറെ ഒന്നും ഇടണ്ട, ഇതെടുക്കാൻ നല്ലത്. അപ്പോൾ നമ്മൾ ഇത് ആദ്യം ഇങ്ങനെ ഒഴിക്കും, അരിപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തല്ലേ? ഓക്കെ, അത് ഒഴിച്ച് നമ്മൾ ഇങ്ങനെ ഇളക്കും. ഇളക്കി 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 എന്നിട്ട് നമ്മൾ ഒന്നാം പാല് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ആക്ച്വലി ഒന്നാം പാൽ എന്താ ഇപ്പൊ ലൈക്ക് ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. ഒന്നാം പാലല്ല, രണ്ടാം പാൽ. ആദ്യം രണ്ടാം പാലാണോ വെക്കുന്നത്? അവസാനം നമ്മൾ ഒന്നാം പാൽ ഒഴിക്കും, ആദ്യം രണ്ടാം. അമ്മയ്ക്കും വലിയ പിടിയില്ല. ഒന്നാം പാലെന്ന് വെച്ചാൽ തേങ്ങ പാലെടുക്കുമ്പോൾ അതിന്റെ ആ ഫ്രഷ് ഫസ്റ്റ് സ്ക്വീസ് ചെയ്യും. ഫസ്റ്റ് രണ്ടാം പാലെന്ന് വെച്ചാൽ അതിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് അതാണ് രണ്ടാം പാൽ. രണ്ടാം പാൽ, ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലൊക്കെ എടുക്കും. അത് എന്താ ഇത്ര ഡിഫറൻസ്? എല്ലാം സെയിം അല്ലേ? ഒന്നാം പാൽ ഇത് ഒന്നാം പാല് കുറച്ച് കട്ടി, ഇത് കുറച്ച് ലൂസ്, ഇത് രണ്ടാം പാല്. ഇപ്പൊ നമ്മളിപ്പോ പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവല്ലോ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കിട്ടും കോക്കനട്ട് ഇതിന്റെ മറ്റേ മിൽക്കിന്റെ പാക്കറ്റ് കിട്ടുമല്ലോ. അപ്പൊ കോക്കനട്ട് മിൽക്ക് പാക്കറ്റാണ് ഞാനൊക്കെ യൂസ് ചെയ്യാറ് സിംഗപ്പൂരിൽ ഉണ്ടാവുമ്പോൾ. അപ്പൊ അത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ട് 2 പ്രാവശ്യം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് ആദ്യം രണ്ടാം പാൽ ഒഴിക്കണം അല്ലേ? ഓക്കേ, എത്ര? 1 കപ്പ് മതിയാവും അല്ലേ? എനിക്കില്ലേ സത്യം ചിക്കൊന്നും ഏതൊരു ഈ പറഞ്ഞ പോലെ അമ്മയുടെ ഒന്ന് കുക്ക് ചെയ്യാൻ അമ്മ അതിലെത്രയാണ് ഇതിലെത്രയാണ് എന്ന് വെച്ചാൽ ഒന്നും കറക്റ്റ് പറയില്ല. അതൊരു ഇത്ര അങ്ങനെ എനിക്ക് പറയാനറിയാം, എനിക്ക് കറക്റ്റ് പറയാനറിയില്ല. കുക്കിംഗ് അല്ലേ? മെഷർമെന്റ് പറയാനറിയില്ല. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുറവാണെങ്കിൽ ഇടും, അത്രേ ഉള്ളൂ. ഇത് പിന്നെ ഏലക്കയും പഞ്ചസാര കുറച്ചാണ് ഒരുമിച്ച് മിക്സിയിലിട്ട് അടിക്കുന്നോ? ഓക്കെ, ഏലക്കേൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ടല്ലേ? ഓ, എനിക്ക് ഏലക്ക ശരിക്കും പറഞ്ഞാൽ പായസത്തിലും ഇല്ല ബിരിയാണിയിലും ആ ഏലക്ക ഫുൾ ഏലക്ക ഇടില്ലേ, അതെനിക്ക് വായിൽ കിട്ടിയാൽ എൻ്റെ മൊത്തം ടേസ്റ്റ് പോവും. കടിക്കാനുണ്ടാവില്ല അല്ലേ? ഓക്കെ, അതിങ്ങനെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു എസൻസ് വരാം. നമ്മൾ രണ്ടാം പാലിട്ടു, നല്ലോണം തിളച്ചു. ഇതാ തിളക്കുന്നുണ്ടെങ്കിൽ നല്ലോണം തിളച്ചു. സൂപ്പർ. മധുരം നോക്കണം. ഈ തേങ്ങാപ്പാലിടുമ്പോൾ എൻ്റെ കളറ് വൈറ്റ് ആവുന്നില്ല അല്ലേ? അമ്മ ടേസ്റ്റ് ചെയ്തോ? ആ, ചൂടായിരിക്കുമല്ലേ? മധുരം നോക്കുന്നല്ലേ? നമ്മളിത് ഒഴിക്കാൻ പോകണം. അത് ഒന്നാം പാലല്ലേ? ഒന്നാം പാൽ ഇട്ട ഉടനെ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അമ്മേൻ്റെ ഫേവറേറ്റ് പായസം ഏതാ? എൻ്റെ ഫേവറേറ്റ് പായസം ഏറ്റവും വേൾഡിലെ ഏറ്റവും ഇഷ്ടമുള്ള പായസം അങ്ങനെയെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും?
ഇപ്പൊ ഒരു കല്യാണത്തിന് പോവാന്ന് വിചാരിച്ചു, അപ്പൊ മനസ്സിലുണ്ടല്ലോ അയ്യോ എനിക്ക് ഈ പായസം വേണം. ലൈക്ക് ബ്രൗൺ ഓർ വൈറ്റ്? വൈറ്റ്. വേറെ പരിപ്പ് പ്രഥമൻ ഇഷ്ടമല്ല. ഏറ്റവും ഇഷ്ടമല്ലാത്ത പായസം എനിക്ക് അങ്ങനെ ഉണ്ട്. അപ്പൊ അല്ല, എനിക്ക് ചേച്ചിക്കാണ് സേമിയ പായസം ഇഷ്ടമല്ലാത്ത. എനിക്ക് ഇഷ്ടമല്ലാത്താണ് പാൽപ്പായസം. പാൽപ്പായസം അച്ഛൻ്റെ ഫേവറേറ്റ്, അതുകൊണ്ട് എനിക്കും അത് ഇഷ്ടമാണ്. എന്നാൽ അഷ്ടമി രോഹിണിക്കും ശിവരാത്രിക്കൊക്കെ നമ്മൾ വ്രതം എടുക്കുമ്പോൾ ആ വ്രതം മുറിയാൻ വേണ്ടി നമ്മൾ രാത്രി ഉറപ്പൊക്കെ ഒഴിഞ്ഞ് കഴിക്കുമല്ലോ. അത് ഞാൻ വറുത്തിടാൻ പോവാണ്. ഇത് ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്തു. ഇനി അത് വറുത്തിടണം അല്ല? അപ്പൊ നെയ്യ് ഇട്ടില്ലേ? നെയ്യ് ഇട്ടു. ഓക്കെ. ഇനി നമ്മൾ തേങ്ങാക്കുത്ത്. ഇതിൻ്റെ മെയിൻ വറുത്തിടേണ്ട സാധനമാണ് തേങ്ങാക്കുത്ത്. വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അതാണ് അതിനൊരു, അത് കടിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സുഖമാണ്. ആ പായസം കുടിക്കുമ്പോൾ അത് കടിക്കണം. പിന്നെ ഈ ക്യാഷു ഉണ്ടെങ്കിൽ ക്യാഷു ഇല്ല മോളെ. ഓക്കെ. അപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ടുപോകണം പോലെ. എനിക്ക് മുമ്പ് എന്ത് പായസം ഉണ്ടാക്കിയാലും അതിൽ ക്യാഷും ഈ റേസിനും കടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് വേണ്ടി സെപ്പറേറ്റ് വറക്കുന്നതിന് മുമ്പ് മാറ്റി വെക്കും. ഇപ്പം എനിക്കതൊക്കെ ഇഷ്ടമാണ്. പ്രായമാകുമ്പോൾ എല്ലാത്തിൻ്റെയും ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇപ്പം എന്ത് തന്നാലും ഞാൻ കഴിക്കും. മുമ്പ് ഞാൻ കഴിക്കുമായിരുന്നു, ബട്ട് ടു പാമ്പേർഡ് ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പം എന്ത് തന്നാലും കഴിക്കും. ആരെന്തുണ്ടാക്കിയാലും കഴിക്കും, നോ പ്രോബ്ലം. അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്തായിരുന്നു? അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം എന്തായിരുന്നു പറഞ്ഞു? പാലട. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് എല്ലാ പായസവും ഇഷ്ടമാണ്. പിന്നെ അരിയും ഗോതമ്പും കൂടി ഒരു പായസം വെക്കും കേട്ടോ. അത് ബ്രൗൺ പായസം ഭയങ്കര ഇഷ്ടമാണ്. നെയ് പായസം ഇഷ്ടം. തേങ്ങാക്കൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട്. കുറച്ച് ബ്രൗൺ ആവണം അല്ലേ? ബ്രൗൺ ആവാറാകുമ്പോൾ നമുക്കിതിടാം. അത് വേഗം വീർക്കും അല്ലേ? എനിക്കും എല്ലാ പായസവും ഇഷ്ടമാണ്. ഈവൻ സേമിയ പായസം ഇഷ്ടമാണ്. പക്ഷെ സേമിയ പായസത്തിൽ എനിക്ക് തിൻ സേമിയാണ് ഇഷ്ടം. എനിക്ക് ഫാറ്റ് സേമിയ ഇഷ്ടമല്ല. പക്ഷെ ഉണ്ടെങ്കിൽ കുടിക്കും, കുഴപ്പമൊന്നുമില്ല. ബട്ട് എനിക്ക് ഭയങ്കര ഇല്ലാത്ത ഒരു പായസം ഒരെണ്ണേ ഉള്ളൂ, ഈ അരിപ്പായസം. പാൽപ്പായസം. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് എന്താ അറിയില്ല, അത് ഇപ്പോൾ എന്തെങ്കിലും വഴിപാടൊക്കെ കഴിച്ചിട്ട് കുടിക്കുകയാണെങ്കിലും ഞാൻ 1-2 സ്പൂൺ എടുക്കും. വേറെ അല്ല എനിക്ക് ബേസിക്കലി ചോറ് ഇഷ്ടമല്ല. അതുകൊണ്ട് അതെനിക്ക് ചോറിൽ പാലൊഴിച്ച പോലെ കഴിക്കുന്ന പോലെയൊക്കെ തോന്നും അത് കഴിക്കുമ്പോൾ. അതാണ് എനിക്കിഷ്ടമില്ലാത്തത്. ഓക്കെ, അപ്പം നമ്മൾ റേസിൻസ് ഇട്ടു. അതിൽ തേങ്ങ ആറാകുമ്പോൾ റേസിൻസ് ഇടാം. ചക്ക വരട്ടി വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പായസം ഇസ് റെഡി. ഇനി നെക്സ്റ്റ് ഇസ് ടേസ്റ്റ് ടെസ്റ്റ്. ഓക്കെ. എനിക്ക് ആക്ച്വലി പായസം ഞാൻ മുമ്പ് പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കാനാണ് ഇഷ്ടം. അതിന് ഇത് തണുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ആവണം. ഇപ്പം കുഴപ്പമില്ല, നാളെ നമ്മൾ പോകുന്ന സ്ഥിതിക്ക് തന്നെ കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. അമ്മ ടേസ്റ്റ് ചെയ്യാം ആദ്യം. ആദ്യം ചിന്നു ടേസ്റ്റ് ചെയ്യാം. ഉണ്ടാക്കിയ ആൾക്ക് ടേസ്റ്റ് ചെയ്യാനോ അതിന് ടേസ്റ്റ് ഒന്നും വരില്ല. ചൂടില്ല. സൂപ്പർ. അമ്മി ഭയങ്കര ടേസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഏലക്ക കിട്ടി എനിക്ക്. ഏലക്ക ഇഷ്ടമില്ലാത്തവർ ഏലക്ക ഇടരുത്, അല്ലെങ്കിൽ ഏലക്ക ഒഴിവാക്കിക്കോ ഈ സ്റ്റെപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, എനിക്കത് കിട്ടുന്ന ഇഷ്ടമല്ല. എന്താ അറിയോ, ഏലക്ക സാധാരണ ഞാൻ അതിൻ്റെ കുരുവും പഞ്ചസാരയും കൂടെ അടിക്കാറുണ്ട്. ഇന്ന് ഇവളെല്ലാം തിരക്ക് പിടിച്ച് അമ്മ വേഗം ഭയങ്കര മഴ വരെ അതിന് മുമ്പ് എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഏലക്ക അങ്ങനെ ഇട്ട് പഞ്ചസാര പൊടിച്ചു. പക്ഷെ അതും രസമാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഏലക്ക ഇഷ്ടമല്ലാത്ത. എനിക്കിങ്ങനെ ബിരിയാണിയിൽ ഇത് കിട്ടുമ്പോൾ അതിൻ്റെ ഫുൾ ടേസ്റ്റ് പോകും. എനിവേ സൂപ്പർ പായസം, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ സമയം കിട്ടുവാണെങ്കിൽ ഒരു റെസിപ്പി വീഡിയോ കൂടെ എടുക്കാം അമ്മയുടെ കൂടെ അല്ലേ? അമ്മേനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഇവിടെ വരുന്ന സമയം. ഓക്കെ, അമ്മയും കഴിക്കാം.
നൈസല്ലേ പാകം ലൈക്ക് സ്വീറ്റ്നെസ്സും എല്ലാം. അപ്പം നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ചക്ക സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ചക്ക പായസം ഉണ്ടാക്കി. ഇതിപ്പോൾ വരട്ടെ അല്ലാണ്ട് ഇപ്പോൾ വേറെ എന്താ ഓപ്ഷൻ ഇതിന്? അല്ല, ഇതിന് ചക്ക നമുക്ക് മുറിച്ചിട്ട് പായസം ഉണ്ടാക്കാം. അപ്പം അതിൻ്റെ പീസ് കിട്ടും. പഴുത്ത ചക്ക ഉണ്ടെങ്കിലല്ലേ അത് ചെറുതായിട്ട് മുറിക്കാം. മുറിച്ചിട്ട് അത് വേവിക്കാം. വേവിച്ചിട്ട് അതിൽ ശർക്കര അരക്കൊന്നും വേണ്ട ചക്ക. അപ്പൊ നമുക്ക് പായസം കുടിക്കുമ്പോൾ അതിങ്ങനെ കടിക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ വരട്ടിയിട്ട് ഉണ്ടാക്കണം എന്ന് തന്നെ ഇല്ല. ഓക്കെ, അപ്പം പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഇപ്പൊ നാട്ടിലുള്ളവരാണെങ്കിൽ എല്ലാം ചക്കൊക്കെ എടുത്ത് ഫ്രീസറിലൊക്കെ വെച്ച് കുറേ മാസങ്ങൾ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം നമുക്ക്. Anyway, thank you so much for watching. I hope you all enjoyed this video. I hope you will make this payasam. Until I see you next time. Bye bye. Bye bye.